അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ കഴിയട്ടെ. കഴിഞ്ഞ 2 രാത്രികാലവും ദൈവം നമ്മളെ അനുഗ്രഹിച്ച ദൈവവരങ്ങളിലേക്ക് ഈ 3-ാം ദിന രാത്രിയിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി ഇന്നത്തെ ആരാധന, ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി, ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഏകയാത്മാവിനാൽ ഒന്നിച്ച് അല്പസമയം സ്തോത്രത്തോടുകൂടി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഇന്ന് രാത്രികാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ മീഡിയയിലൂടെ ദൈവവചനം കേൾക്കുന്ന ദൈവജനത്തിന് അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടി, കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അത് വലിയ പരിവർത്തനമായി തീരുവാൻ വേണ്ടി ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവസന്നിധി സമർപ്പിക്കാൻ കഴിയണം. നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധി പാടുമ്പോൾ പാട്ടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെ കരങ്ങളെടുത്ത് ശക്തമായി ഉപയോഗിക്കുവാൻ വേണ്ടി, ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസനെ ദൈവം ഉപയോഗിക്കുവാൻ വേണ്ടി ഇന്ന് രാത്രികാലം നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധി സ്തോത്രത്തോടെയായി തീരുവാൻ കഴിയട്ടെ. അല്പസമയം നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധി സ്തോത്രം പറയാൻ കഴിയണം. ഇന്ന് രാത്രികാലം നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി, ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാൻ കഴിയണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ 2 രാത്രികാലവും ദൈവവചനം സംസാരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ പരിവർത്തനം ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഈ കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി, നമ്മുടെ ദേശത്തിന് രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന ദൈവജനത്തിന് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ക്രൈസ്തവ എഴുത്തുപുരയുടെ ജനറൽ ജോയിന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവദാസൻ സ്റ്റാൻലി അടപ്പനാങ്കണ്ടത്തിൽ പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ ആരംഭിക്കും. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന പശ്ചാസ്തോത്രം ചെയ്യുന്ന പിതാവേ, ഹല്ലേലൂയ. സമയം ഭേദം കൂടാതെ തിരുസമത്തിന് നിവാസത്തോടടുത്ത് വരുവാൻ കർത്താവേ ഞങ്ങൾക്ക് നൽകി തന്ന അവകാശത്തിനായി സ്തുതിക്കുന്ന പശ്ചാസ്തോത്രം ചെയ്യുന്ന പിതാവേ, ഹല്ലേലൂയ. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ നിർണയിച്ചത് കർത്താവിന്റെ സാന്നിധ്യം കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തുതിക്കുന്ന പശ്ചാസ്തോത്രം ചെയ്യുന്ന പിതാവേ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചതിന് പ്രകാരം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ കേഫ കൺവെൻഷന്റെ 3-ാം ദിനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ മഹൽ സാന്നിധ്യം കർത്താവേ ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മേൽ കർത്താവേ ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, നിന്റെ ഉപസ്ഥിതി ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പച്ച കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ വല്ല വിധേന ഒരു കൺവെൻഷൻ നടത്തിയെന്നല്ല പച്ച, ഹല്ലേലൂയ. അനേകർ കർത്താവേ ഈ കൺവെൻഷൻ മുഖാന്തരം കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ, പല ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി നേടപ്പെടുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, രോഗികൾ കർത്താവെ സൗഖ്യങ്ങൾ നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ കൺവെൻഷൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അനേകരുണ്ടല്ലോ പച്ച, ഹല്ലേലൂയ. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, ഞങ്ങളുടെ കർത്താവെ കുറ്റങ്ങളും ക്രോശങ്ങളും കർത്താവെ കണക്കെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, അങ്ങയുടെ നാമോഹത്തിനായി തീരുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. ഇത്രത്തോളം അനുഗ്രഹമായി കർത്താവെ 2 ദിവസം കർത്താവെ കൺവെൻഷൻ നടത്തി കർത്താവെ, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തുതിക്കുന്ന പച്ച, ഹല്ലേലൂയ. എല്ലാവരും ഉപരിയായ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്താനായി സ്തുതിക്കുന്ന പച്ച, സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഇന്ന് കർത്താവെ സന്ധ്യാസമയം കർത്താവെ, ഹല്ലേലൂയ, സംഗീത സൃഷ്ടാർത്ഥത്തിന്റെ ദാസനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റവും അനുഗ്രഹപ്രദമായി കർത്താവെ അങ്ങേ പാടി സ്തുതിപ്പാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ദാസനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച, ഹല്ലേലൂയ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവ് വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ ആത്മാവിന് ചൈതന്യം നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, ഒരു പുതു ചൈതന്യത്തോടെ കർത്താവ് നിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, നിന്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന വചനം കർത്താവേ അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. കർത്താവ് രാത്രി സമയം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തൊട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. കർത്താവ് തുടർന്ന് നടക്കുന്ന ഓരോ സെക്ഷൻ മേലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. എന്റെ ദാസന്മാരെ കർത്താവ് ലീഡ് ചെയ്യുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് കൂടെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. പ്രാർത്ഥന യാചനയും കേട്ടവനായ സ്തോത്രം സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവനവചനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവരെ കേൾക്കുമാറാകണമേ. ആമേൻ 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 ആമേൻ. ഇന്ന് രാത്രികാലം നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ പാട്ടുകൾ പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ 2 ദിനരാത്രികളിലും നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ആരാധിച്ചതുപോലെ ഇന്ന് രാത്രികാലം നമ്മൾ ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിൽ, പല റൂമുകളിലായിരിക്കുമ്പോൾ ഈ ഓൺലൈനിലൂടെ പാട്ടുകൾ നമ്മൾ ഒന്നിച്ച് പാടുമ്പോൾ ആത്മാ അഭിഷേകത്തിന്റെ ശക്തിയോടെ പാട്ടുകൾ പാടി നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രികാലം ആരാധനയ്ക്ക്
പാട്ടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ക്രൈസ്തവ എഴുത്തുപേരുടെ മിഷൻ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന എബിൻ അലക്സ് അവറുകളാണ്. കാനഡയിൽ നിന്ന് നമ്മൾ ഇന്ന് രാത്രികാലം ഒന്നിച്ച് താൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ പാട്ടുകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നോടൊപ്പം നാം ചേർന്ന് പാടി ഇന്ന് രാത്രികാലം ഏകയാത്മാവിനാൽ ഐക്യതയാത്മാവിൽ ഒന്നിച്ചു നിന്ന് ദൈവത്തെ ആത്മാ അഭിഷേകത്തിന്റെ ശക്തിയോടെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. അതിനായി കർത്താവിന്റെ ദാസൻ എബിനെ ക്ഷണിച്ചുകൊള്ളും. Praise the Lord. Hallelujah. Hallelujah. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് കേഫ കൺവെൻഷനോടനുബന്ധിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കുന്ന സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികാലങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൂടിയിരുന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിന്റെ വചനത്തിൽ നിന്ന് ശ്രവിപ്പാനും ദൈവം നമ്മെ സഹായിച്ചു. ഈ അവസാന ദിവസം രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കിക്കൊണ്ട് കർത്താവെ അങ്ങയോട് നന്ദിയുള്ളവരായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു എന്ന് പറയുവാൻ, കർത്താവെ അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ ഉപകാരങ്ങൾക്കും ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു നിമിഷം നമുക്ക് മറ്റന്യതാ ചിന്തകളെല്ലാം വെടിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യനെ പുകഴ്ത്തുവാനോ ഇവിടെ ഒരു മനുഷ്യനെ ഉയർത്തുവാനല്ല, പക്ഷെ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ നിർമ്മിച്ച യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടിയുള്ളൊരു ദിനരാത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് മറ്റ് അന്യതാ ചിന്തകളെല്ലാം വെടിയാം. നമുക്ക് ഒരു ചിന്തകളും വേണ്ട. കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളായിരിക്കുമ്പോൾ, ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നു, ഞങ്ങൾ ക്ലോസ്ഡ് സിറ്റുവേഷനിലായിരിക്കുമ്പോൾ, കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ അങ്ങയാൽ അസാധ്യമായതൊന്നുമില്ല. ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ അങ്ങയുടെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. ആ യേശു നമ്മുടെ ജീവിതത്തിൽ മതിയായവനെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവം നമ്മുടെ ഉടയവനാണ്. ആ യേശു നമ്മുടെ ജീവിതത്തിൽ ഇന്നും വസിക്കുന്നുവെന്ന് പൂർണ്ണ വിശ്വാസവും ബോധ്യവുമുള്ള നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയം നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വായുകളെ തുറന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നു
ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃദയമാനന്ദിക്കും. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃദയമാനന്ദിക്കും. സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു. സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. तेरे दानों को मैंने पाया, तेरा प्यार शक्कर जाना. तेरे दानों को मैंने पाया, तेरा प्यार शक्कर जाना. हे यीशु मेरा प्रभु, तू ही सर्वस्व है. हे यीशु मेरा प्रभु, तू ही सर्वस्व है. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ
കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവിന്റെ ദാനങ്ങൾ രുചിച്ചറിഞ്ഞവൻ മൗനമായിരിക്കരുത്. വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ അവിടുന്ന് നൽകിയ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ജനലക്ഷങ്ങൾ അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവെ, ആയുസ്സോട് ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയ ദൈവം അവിടുന്നാണ്. ഞങ്ങളുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, പക്ഷെ അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആരോഗ്യത്തോടെ ആയുസ്സോടെ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരു പഴയ ഗാനം ചേർന്ന് പാടുമ്പോൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതി രാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതല്ല. കർത്താവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കരങ്ങളെ തട്ടി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അവനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതി രാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതി രാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർവോടടച്ചിടുവേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർവോടടച്ചിടുവേ. ആ സമൂഹമതിൽ അന്ന് കർത്തനുമായി അത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്ന് കർത്തനുമായി അത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാപങ്ങളെ കുറ്റം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ കുറ്റം കഴുകിടുവാൻ തൻ ജീവനെ. യേശുവേ വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദ
ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കണ്ണുകൾ കൊതിക്കുന്നേ, കണ്ണുകൾ കൊതിച്ചിരുന്നേ, ഉള്ളം തുടിച്ചിരുന്നേ, നാദാ നിന്നുടെ വരവിനായി. കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാദാ നിന്നുടെ വരവിനായി. മാറിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. മാറിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഓ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും സർവശക്തനായവനെ. ഓ യേശുവിന്റെ രക്തം വിടുതലാൽ, യേശുവിന്റെ രക്തം കഴുകലാൽ, യേശുവിന്റെ രക്തം ശുദ്ധിക്കാൻ യേശുവിന്റെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ശക്തി ശക്തി ഉടവശക്തരീവാല ശക്തിരാധ ഉടവാലാന ശക്തിരിവാരി വശേനെ ഉടവശക്തരീവാലാന ശേ. ഓ രീവാലാന ശക്തിരിവാലാന ശക്തിരുടാരിവാരാധ ശക്തിരാധ ഉടവശക്തരീവാലാന ശക്തിരാധ ഉടവശക്തരീവാലാന ശേ. ഓ രീവാലാന ശരിദാരിവാലാന ശക്തി ഉടവശക്തരീവാലാന ശക്തിരാധാരിദാര ഓ ശാരദീവാലാന ശക്തിരിദാരിദേര ഉടവശരീവാലാന ശക്തിരീവലവലവര ശരീദാരിദ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ പുത്രന് കൃപ വേണമപ്പ കൃപ വേണമപ്പ. ഓടി വർഷത്തരേ ഓടി വർഷത്തേരീരാരീരവശേരീരാര ശരീരാരീവശത്തരീവാരാ ശക്തേര ഉടവശത്തരീവാരാജ ശക്തരീരാരീരാര ഉടവശരീവാരാജ ശക്തരീരാരീവാര ഉസാരീവാരാജ ശക്തരീരാരാജ യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. We worship you, Lord. Thank you, Jesus. കർത്താവേ, ഞങ്ങൾ
ഞങ്ങളെ അങ്ങയുടെ തങ്കച്ചിറകളിൽ മറയ്ക്കുകയാണ്. പിതാവേ, പരിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. പിതാവേ, മറ്റൊന്നിലും ഞങ്ങളുടെ രക്ഷയില്ല. ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ കർത്താവെ ഭൂമിയിൽ വേറെ ഒരു നാമമില്ലല്ലോ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു. പിതാവേ, കർത്താവ് പരിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങൾ ഒരു നിമിഷം ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ, പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളെ സ്വർഗത്തേക്ക് ഉയർത്തിക്കൊണ്ടു പാടാമോ? പിതാവേ, പരിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവേ, കർത്താവേ, ഇന്നത്തെ മീറ്റിംഗിന് മുഴുവൻ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവേ, നീ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി ദയക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ സേവിപ്പാൻ പോകുമ്പോൾ കർത്താവേ, ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകൾ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദാസന്റെ വചനത്തിൽ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ, ചൈതന്യം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസന്റെ നാവിനോട് കൂടിയിരിക്കണം, ആരോഗ്യവും ബലവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരെയും ധർമ്മമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മനമോത്തോടത്തേക്ക് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ സമയം ഒരുക്കിയ ദേവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധർമ്മമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൈസ്തവ എഴുത്തുപുര ഖത്തർ ചാപ്റ്ററിന്റെ കേഫ കൺവെൻഷന്റെ 3-ാം ദിന രാത്രിയിൽ, ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ദൈവസന്നിധി നന്ദി പറയുന്നു. കഴിഞ്ഞ 2 രാത്രിക്കാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവദാസൻ
ക്രൈസ്തവ സമൂഹത്തിനും പ്രത്യേക വിശ്വാസ സമൂഹത്തിനും പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വമല്ല. ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകനായിട്ട് ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ ക്രൈസ്തവ എഴുത്തുപരിയുടെ ക്ഷണം സ്വീകരിച്ച് സസന്തോഷം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഓൺലൈൻ സൂം മീറ്റിംഗിൽ ആയിരിക്കുന്ന മറ്റു ദൈവദാസന്മാർക്കായി ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ സാം തോമസ്, ഷാരോൺ ചർച്ച് ദോഹയുടെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവൻ ദാസൻ, പാസ്റ്റർ PS മാത്യു അവറുകൾ, പാസ്റ്റർ ജോസ് ബേബി, മറ്റു ദൈവദാസന്മാരെയൊക്കെ ഓർത്ത് ദൈവസന്നിധി നന്ദി പറയുന്നു. കഴിഞ്ഞ 3 രാത്രിക്കാലം ഇന്ന് രാത്രിയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്നിരിക്കുന്നവർക്ക് ഒറ്റ വാക്കിൽ നന്ദി പറയുവാൻ വേണ്ടി ക്രൈസ്തവ എഴുത്തുപര ഖത്തർ ചാപ്റ്ററിന്റെ ട്രഷറായി പ്രവർത്തിക്കുന്ന ജസ്റ്റിൻ മാത്യു അവറുകൾ ചില മിനിറ്റുകൾ വേർതിരിക്കുന്നു. അതിനായിട്ട് കർത്താവിന്റെ ദാസൻ ജസ്റ്റിൻ മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുഖവര കൂടാതെ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ച പ്രകാരം ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഖത്തർ ചാപ്റ്റർ, ക്രൈസ്തവ എഴുത്തുപുര ഖത്തർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തുവാൻ ഇടയാക്കിയ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും നന്ദിയും ഞങ്ങളുടെ ഹൃദയംഗമായി ആദ്യമേ അർപ്പിക്കുകയാണ്. പലവിധ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ദൈവം എല്ലാ കാര്യങ്ങളും ക്രമമാക്കി തന്ന് ഭംഗിയാക്കി തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. സർവ്വമഹത്വവും ദൈവത്തിന് മാത്രം അർപ്പിക്കുകയാണ്. കഴിഞ്ഞ പോയ ദിവസങ്ങളിലൊക്കെ നാം ഒരുമിച്ച് പാടുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഈ കഴിഞ്ഞ 3 ദിനങ്ങളിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച ഖത്തർ ചാപ്റ്ററിന്റെ വിവിധ ചുമതലകൾ വഹിക്കുന്ന പാസ്റ്റർ ഷിനു കെ ജോയി, ബ്രദർ രജി കെ ബദേൽ, പാസ്റ്റർ ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ഷിജു തോമസ് എന്നിവരോട് ഖത്തർ ചാപ്റ്ററിന്റെ ഖത്തർ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയും എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. നിശ്ചയമായി നമ്മുടെ അനുഗ്രഹീതമായ വചനങ്ങൾ തന്ന് വചനമെന്ന മായമില്ലാത്ത പാൽ ഈ നാളുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 3 ദിനരാത്രങ്ങൾ 3 രാത്രികളിൽ നമുക്ക് ആത്മദാഹം ഒരാശ്വാസം പറയേണ്ടതിനായി ദൈവത്താൽ നിയോഗിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സൂമിൽ കൂടെ കടന്നു വന്ന് സമയത്തിന്റെ പരിമിതികൾ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും പല പരിമിതികളിൽ നിന്നുകൊണ്ട് പാസ്റ്റർ അനീഷ് തോമസ്, പാസ്റ്റർ അനീഷ് ഏലപ്പാറ, ഇന്ന് നമ്മോടൊപ്പം ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ, ഈ 3 പ്രിയപ്പെട്ടവരും അവരുടെ ആത്മാർത്ഥമായ ആ സേവനവും നമ്മോടുള്ള കരുതലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഖത്തർ ചാപ്റ്ററിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും പ്രിയ ദേവദാസന്മാരുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. നിശ്ചയമായും ഈ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയുടെ ദൈവം തുടർന്ന് മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ 3 ദിവസങ്ങൾ നമ്മളെ ആത്മീയമായ ആരാധനകളിൽ നയിച്ച നമ്മുടെ ഖത്തർ ദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. വളരെ അനുഗ്രഹീതരായ ദേവദാസന്മാരായ ബ്രദർ ജിപ്സൺ, ബ്രദർ ബെനി ജേക്കബ്, ബ്രദർ എബിൻ അലക്സ്, ഈ 3 പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ പല പരിമിതികൾ ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രിയപ്പെട്ടവരെ കൂടെ ശക്തമേറിയ നിലയിൽ അനേക രാജ്യങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കുന്നുള്ളൂ. നിശ്ചയമായും എബിൻ അലക്സ് എന്റെ ഒരു ബ്രദർ ലോയും കൂടെയാണ്. നിശ്ചയമായും വളരെ സന്തോഷത്തോടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ആയിരിക്കാൻ ദൈവം തന്ന നല്ല സവാശത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഖത്തർ ചാപ്റ്ററിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി ഈ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്. നിശ്ചയമായും കഴിഞ്ഞ പോയ ദിനങ്ങളിലൊക്കെ പ്രാരംഭ ദിവസം ഇനാഗുറൽ സ്പീച്ചും ബ്ലെസ്സിംഗ് പ്രേയറും നിർവഹിച്ച നമ്മുടെ കെ ഇന്റർനാഷണൽ ഇതിന്റെ മുഖ്യധാര പങ്കുവഹിക്കുന്ന JP വേണുകുളം പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കും. തന്റെ ദാസൻ ദേശത്ത് സുവിശേഷ വേളയിലായിരിക്കുന്നുവല്ലോ, ശാരീരിക ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരിക്കും. നിശ്ചയമായി തന്റെ ദാസനുള്ള നന്ദി ഞങ്ങൾ ഖത്തർ ചാപ്റ്ററിന്റെ പേരിൽ അറിയിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രാരംഭ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്ത ഖത്തർ ക്രൈസ്തവ എഴുത്തൂർ ഇന്റർനാഷണൽ മാനേജ്മെന്റ് ടീമിലെ പല വ്യക്തികളുണ്ട്. ആരുടെയും ഡെസിഗ്നേഷൻ ഞാൻ എടുത്തു പറയുന്നില്ല. ബ്രദർ ഡാർവിൻ എം വിൽസൺ, പാസ്റ്റർ ബിൽസൺ ചെറിയനാട്, സുപ്രസിദ്ധ ഗായകനും കർണാടക ചാപ്റ്ററിന്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ഭക്തവത്സൻ, ഇന്ന് നമുക്ക് പ്രാർത്ഥന ആരംഭിച്ച ബ്രദർ സ്റ്റാൻലി അടപ്പനാങ്കണ്ടത്തിൽ, ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന ബ്രദർ ഫിന്നി കാഞ്ഞങ്ങാട് എന്നിവരോടും പ്രത്യേക ഖത്തർ ചാപ്റ്ററിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി ഞാൻ നിശ്ചയമായി അർപ്പിക്കുകയാണ്. ഏതൊരു മീറ്റിംഗിന്റെയും ഏതൊരു കൂട്ടായ്മയുടെയും വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നിശ്ചയമായും ഖത്തർ ചാപ്റ്ററിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ കൂട്ടായ്മയെ അപ്പർ റൂമിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ IDCCPCയുടെ ഇതര സംഘടനകൾ, ഇതര സഭകൾ ഒരുമിച്ച് നിന്ന്, ദേവദാസന്മാർ ഒരുമിച്ച് നിന്ന് ആ കൂട്ടായ്മയുടെ വിജയമാണ് ഇന്നത്തെ സൂം മീറ്റിംഗിന്റെ ആകെക്കുള്ള രത്ന ചുരുക്കം. നിശ്ചയമായും IDCCPCയിലെ എല്ലാ ദൈവമക്കളെയും ദേവദാസന്മാരെയും പ്രത്യേകം ഇന്ന് പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന സാം തോമസ് പാസ്റ്റർ, ജോസ് ബേബി പാസ്റ്റർ, പാസ്റ്റർ PS മാത്യു എന്റെ പിതാവ് കൂടെയാണ്. നിശ്ചയമായും പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ
നമ്മുടെ ഒപ്പം ആരാധിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തുതിക്കുന്നു. നിശ്ചയമായും ഈ വചനങ്ങൾ ദൈവനാമത്തിന്റെ കൂട്ടായ്മ അനുഗ്രഹത്തിന് കാരണമായി മാറിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്ന് സൂമിൽ കൂടെ ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവകൃപാല ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും തരട്ടെ എന്ന് ഞാൻ നിശ്ചയമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് കൺക്ലൂഡിംഗ് പ്രെയർ ചെയ്ത നമ്മുടെ പാസ്റ്റർ KM സാംകുട്ടി, പാസ്റ്റർ ജോൺ ടി മാത്യു എന്ന പ്രിയപ്പെട്ടവർക്കും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന പാസ്റ്റർ ജോസ് ബേബി ഇന്ന് ഈ മീറ്റിംഗിന് ശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറയേണ്ട ദേവദാസനാണ്. ഈ പ്രിയപ്പെട്ട ദേവദാസനോടും ഞങ്ങളുടെ ക്രൈസ്തവ എഴുത്തുപുര ഖത്തർ ചാപ്റ്ററിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. എന്നുള്ള നിമിഷങ്ങൾ നാം വചനം കേൾവിക്കായി പോവുകയാണല്ലോ. നിശ്ചയമായും വളരെ കാതോർത്തുകൊണ്ട് ചിലത് തുറന്നു വരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ ഈ അവസരം നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നത് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. താങ്ക് യു ബ്രദർ ജസ്റ്റിൻ മാത്യു. വീണ്ടും ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അല്പസമയം വേർതിരിക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന രാത്രിയായി തീരുവാൻ വേണ്ടി കഴിഞ്ഞ 2 രാത്രിയിലും ദൈവകൃപയും ദൈവ സാന്നിധ്യവും വചനത്തിന്റെ ആഴമേറിയ ദൂതുകളും നമ്മൾ കേൾക്കുവാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകനായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പാസ്റ്റർ ബാവുച്ചുറിയാൻ അവറുകളെ ഇന്ന് രാത്രികാലം ഈ സൂം മീറ്റിലൂടെ ദൈവം ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് അല്പസമയം സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഈ കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഓൺലൈനിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും അത് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രൊജക്ട് ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഫിന്നി കാഞ്ഞങ്ങാട് പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും ധന്യവുമായ ഈ നിമിഷത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഖത്തർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ത്രിദിന കൺവെൻഷനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ഹല്ലേലൂയ ദേശം, ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ആഗോളപരമായി വളരെ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നടുവിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ പല വ്യക്തി ജീവിതങ്ങൾ പൊടുന്നനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യുന്ന ദൈവിക വിശ്വസ്തകൾക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ ഞങ്ങൾ മേൽ പകർന്നിരിക്കുന്ന ദൈവിക സമാധാനത്തിനായി, ദൈവിക ഹല്ലേലൂയ പ്രത്യാശയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവേ. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങൾക്ക് ചാരുവാൻ കഴിയുന്ന ഒരു ദൈവം അങ്ങായിരിക്കാതെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവേ. അങ്ങയുടെ ഹല്ലേലൂയ സാന്നിധ്യവും അങ്ങയുടെ കൃപയും ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഹല്ലേലൂയ അതിശക്തമായി ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ ദൈവദാസന്മാരെ അങ്ങ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച ദൈവിക വിശ്വസ്തകൾക്കായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്നത്തെ ഹല്ലേലൂയ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കി സഹായിക്കും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായ ആരാധന ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. തുടർന്നും ഹല്ലേലൂയ കർത്താവിന്റെ വിലയേറിയ ദാസൻ ദൈവം സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹല്ലേലൂയ വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സഭകൾക്കും ഹല്ലേലൂയ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ഹല്ലേലൂയ അഭിഷക്തന്മാരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന താല്പര്യങ്ങൾക്കായി ദൈവിക വേലയോടുള്ള കമ്മിറ്റ്മെന്റിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഇതുമൂലം അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവിക ഹല്ലേലൂയ കൃപയിൽ മുന്നേറുവാൻ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെയും ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ പിന്നെയും ശക്തമായി നീ ഉപയോഗിക്കണം. രാത്രികാലം ഞങ്ങൾ ഹല്ലേലൂയ ശക്തമായ ഒരു ദൈവിക ഹല്ലേലൂയ സ്പർശനത്തിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും ധ്യാനം കേട്ടിരിക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഇന്ന് രാത്രികാലം നമ്മൾ ഒന്നിച്ചു ദൈവസന്നിധിയിലേക്ക് ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ദൈവവചനം കേട്ടതുപോലെ തന്നെ ക്രൈസ്തവ എഴുത്തുപുര ഖത്തർ ചാപ്റ്ററിന്റെ കേഫ കൺവെൻഷന്റെ അവസാന ദിന രാത്രിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ
ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കുവാൻ കഴിയട്ടെ. ഈ മീഡിയയിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ തുടർന്ന് നിമിഷങ്ങൾ ദൈവവചനം സംസാരിക്കും. നമ്മുടെ ഹൃദയങ്ങളെ ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടി ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നിമിഷങ്ങൾ കർത്താവിന്റെ ദാസനായി വേർതിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ എഴുത്തുപുര ദോഹ ചാപ്റ്റർ കൺവെൻഷനിൽ കർത്താവിന്റെ തിരുവചനം പ്രസംഗിക്കുവാൻ എളിയവനായ എനിക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന സർവകൃപാലുവായ കർത്താവിന്, പിതാവായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് എന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്തുവാൻ താല്പര്യം കാണിച്ച സംഘാടകർക്ക് നന്ദി. എഴുത്ത് എന്ന് പറയുന്നത് ദൈവകൽപ്പനയാണ്. എഴുതുക എന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തെഴുതണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനുള്ളതും എഴുതുക. അപ്പോൾ ഒന്നാമത് നമുക്ക് നല്ല ബോധ്യമുള്ളത് എഴുതണം. രണ്ട്, അതാത് കാലഘട്ടത്തെ വിവേചിച്ച് എഴുതണം. മൂന്ന്, പ്രാവചനീയമായി എഴുതണം. അതെ, എഴുതുക എന്നത് ദൈവകൽപ്പനയാണ്. ആദ്യത്തെ എഴുത്തുകാരൻ ദൈവം തമ്പുരാനാണ്. ദൈവം തന്റെ കൈവിരലുകൾ കൊണ്ട് മാർബിൾ പലകയിൽ എഴുതിയ എഴുത്താണ് ആദ്യം മനുഷ്യകുലത്തിന് വേണ്ടി തന്നത്. എന്നാൽ അത് സന്ദർഭവശാൽ കൈമോശം വന്നുപോയി, തകർന്നുപോയി. വിലയേറിയ എഴുത്തുകൾ നഷ്ടപ്പെടാൻ പാടില്ല, നഷ്ടപ്പെടുകയില്ല. മനുഷ്യന്റെ അറിവില്ലായ്മ കൊണ്ട് അത് നഷ്ടപ്പെട്ടെങ്കിലും വലിയവനായ മനസ്സലിവുള്ള കാരുണ്യവാനായ ദൈവം കർത്താവ് മോശയോട് പറഞ്ഞു, ഒരു ചെറിയ പണിഷ്മെന്റോട് കൂടെ ആ വിഷയം പരിഹരിക്കാം. നീ കൽപ്പലക 2 ചെത്തി ഉണ്ടാക്കുക. അപ്പോൾ നിനക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. എഴുതാവുന്നത് പോലെ കല്ലുകൊണ്ട് പലകയുണ്ടാക്കുമ്പോൾ നിനക്കത് പൊട്ടിച്ചതിന്റെ ദണ്ണം മനസ്സിലാകും. ഇവിടെ ദൈവം നമ്മോട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, വിലപ്പെട്ട എഴുത്തുകൾ നഷ്ടപ്പെടാൻ പാടില്ല, നഷ്ടപ്പെടുകയുമില്ല. കാരണം എഴുതിയ ആളെ എന്നും ജീവിക്കുന്നു. ഈ ഭാരതത്തിന്റെ ചരിത്രം പലതും മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പത്രങ്ങളിലൊക്കെ വായിക്കുന്നത്. പഴയ പല ചരിത്രങ്ങളും മായ്ക്കുകയും പുതിയ ചരിത്രങ്ങൾ എഴുതുകയും ചെയ്യുന്നു. അടുത്ത തലമുറയ്ക്ക്
മറ്റൊരു ചരിത്രമാണ് കൊടുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? എഴുത്തുകാര് ജീവിച്ചിരിപ്പില്ല. എന്നാൽ തിരുവെഴുത്തിന്റെ എഴുത്തുകാരൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ എഴുത്ത് നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ലോകത്തിൽ ഏറ്റവും അധികം നശിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ അവാർഡ് ബൈബിളിന് തന്നെ കിട്ടും. ഖുറാനോ ഗീതയോ മറ്റ് മതഗ്രന്ഥങ്ങളോ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. നശിപ്പിക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല. കാരണം മതത്തിന്റെ ഭക്തന്മാർ അത്ര ധൈര്യശാലികളും തീവ്രവാദികളുമായതുകൊണ്ട് മതഗ്രന്ഥത്തെ തൊട്ടാൽ തൊട്ടവന്റെ കാലുവെട്ടും കൈവെട്ടും. എന്നാൽ വിശുദ്ധ ബൈബിൾ നേരെ തിരിച്ചാണ്. പുസ്തകത്തെ ഉപദ്രവിച്ചാൽ തിരിച്ചൊന്നും ചെയ്യാൻ ക്രിസ്ത്യാനിക്ക് അനുവാദം കൊടുത്തിട്ടില്ല. പുസ്തകത്തോടുള്ള ബന്ധത്തിലോ വ്യക്തിപരമായിട്ടോ എഴുത്തിനെയോ എഴുത്തുകാരനെയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താലും പകരം ചെയ്യാൻ ക്രിസ്ത്യാനിക്ക് അനുവാദമില്ല. ഇപ്പോൾ ഈ വർഷം ഒരു സിനിമ ഇറങ്ങിയല്ലോ, ഈ വർഷമോ കഴിഞ്ഞ വർഷമോ. അതിനകത്ത് പെന്തക്കോസ്ത് ആരാധനയെയും സുവിശേഷ പ്രസംഗത്തെയും ഒക്കെയാണ് വികലമാക്കി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് കേൾക്കുന്നു. എന്നെ അതിന്റെ ചില പീസുകൾ സഹോദരന്മാര് കാണിച്ചു. എനിക്കത് ഫുള്ള് കാണാനുള്ള സൗകര്യമൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതിനകത്ത് എന്റെ അടുക്കൽ വന്ന മാന്യനായ വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, പാസ്റ്ററെ, നമുക്ക് കേസിന് പോകാം. കാരണം നമ്മുടെ കൺവെൻഷന്റെ വീഡിയോസ് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല പെർമിഷൻ ഇല്ലാതെ. മാത്രമല്ല, ഗുരു നിന്ന യേശുവേ കർത്താവേ എന്ന ആ നാമത്തെ വളരെയധികം മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാരണം കാണിച്ച് നമുക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യവുമില്ല, നിയോഗവുമില്ല. അതിനൊക്കെ കഴിവുള്ള ആളുകളുമായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഞാൻ അതിനെ നിരുത്സാഹിപ്പിക്കുന്നേ ഉള്ളൂ. കാരണം ഇതിനേക്കാളൊക്കെ ക്രൂരമായ എതിർപ്പുകൾ ബൈബിളിന് ഉണ്ടായിട്ടുണ്ട്. റോമൻ ചക്രവർത്തിമാർ ബൈബിൾ ഉന്മൂലനം ചെയ്യാൻ തീവ്രമായി ശ്രമിച്ചിട്ടുണ്ട്. ബൈബിളിന്റെ ഒരു കോപ്പിയെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചു തന്നാൽ അവന് പാരിതോഷികം കൊടുക്കാം എന്ന് വരെ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ അതും കൂടെ കത്തിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഈ ചക്രവർത്തിമാരെ എല്ലാം തള്ളി നീക്കിയിട്ട് പുസ്തകം അവിടെയെല്ലാം വാഴുകയാണ്. അതിനേക്കാൾ രസകരമായ കഥ, അന്നത്തെ ചക്രവർത്തിമാരുടെ പേര് ഇന്ന് പട്ടിക്ക് മാത്രമേ ഇടുന്നുള്ളൂ. ടിപ്പു, കൈസർ തുടങ്ങിയ പേരുകൾ ഇന്ന് മനുഷ്യർക്ക് ഇടുന്നില്ലെന്നാ എൻ്റെ അറിവ്. ചരിത്രം മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ദൈവവചനം മാറുകയില്ല. അപ്പോൾ എഴുതുവാൻ കർത്താവ് കൽപ്പിച്ചു. ആദ്യത്തെ എഴുത്തുകാരൻ ദൈവമാണ്. വിലയേറിയ എഴുത്തുകൾ നഷ്ടപ്പെടുകയുമില്ല. 3 കാര്യം ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞു. ഇത് ഒരു എഴുത്തുകാരുടെ സംഘം നടത്തുന്ന യോഗമായതുകൊണ്ടാണ് 10 മിനിറ്റ് അത് പറയുന്നത്. 4ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൊലോസ്യ ലേഖനം തുടങ്ങിയുള്ള പല ലേഖനങ്ങളും ആരംഭിക്കുമ്പോൾ ദൈവ ഇഷ്ടത്താൽ ഡാഷ് 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 എഴുതുന്നു.
അപ്പോസ്തലനായ പൗലോസും തീമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നു. അപ്പോൾ ആ ഇടയ്ക്കത്തെ അങ്ങ് വിട്ടേച്ച് ആ വാക്യം ഇങ്ങനെ വായിക്കണം: ദൈവ ഇഷ്ടത്താൽ എഴുതുന്നു. അപ്പോൾ ക്രിസ്തീയ എഴുത്തുകാരോട്, ക്രൈസ്തവ എഴുത്തുകാരോട് എനിക്ക് പരിശുദ്ധാത്മാവിൽ പറയാനുള്ളത്, ദൈവഹിതത്താൽ എഴുതുന്നു എന്ന് ഉറപ്പുള്ളത് മാത്രം എഴുതിയാൽ മതി. ഉന്നതമായ വായനക്കാരുള്ള, വരിക്കാരുള്ള, ലക്ഷക്കണക്കിന് വരിക്കാരുള്ള പത്രത്തിന് നാളത്തേക്കൊരു വാർത്ത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം സ്വപ്ന സുരേഷിന്റെ കഴിഞ്ഞു, ഇനി അതിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എന്തു ചെയ്യും? വാർത്ത ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടി എഴുന്നേൽക്കുകയാണ്. കാരണം ചൂടുള്ള വാർത്ത എല്ലാ ദിവസവും ഇപ്പൊ ഒരാളെ കുത്തിക്കൊല്ലാനോ അങ്ങനെ വെട്ടിക്കൊല്ലാനോ ഒക്കെ ആരെ കിട്ടും? നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിലല്ലേ ന്യൂസിന് വിലയുള്ളൂ. അങ്ങനെയൊരു തകരാറ് നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റു പല വാർത്താ മാധ്യമങ്ങളിലും അങ്ങനെയല്ല കാണുന്നത്. നമുക്ക് നെഗറ്റീവ് ന്യൂസ് മാത്രമേ തലക്കെട്ടിൽ വരുള്ളൂ. അപ്പൊ അത് ഇതിന്റെ ഒരു ടെക്നോളജിയും കൂടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ വിവാദ വിഷയങ്ങൾ എഴുതണം. ഒരു കാര്യം ചെറുപ്പക്കാർ ഹൃദയത്തിൽ കുറിച്ചുകൊള്ളുക: എഴുതുന്നത് ദൈവഹിതത്താൽ ആയിരിക്കണം. നീ എഴുതുന്നതിന്റെ കോപ്പികൾ ലോകത്തൊന്നും നശിച്ചു പോവുകയില്ല. ഒരു കോപ്പി സ്വർഗത്തിൽ കാണും. ഇതിന്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് ദൈവം എടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. നാളെ ഈ എഴുത്തുകൾ നിന്നെ ന്യായം വിധിക്കാൻ ഇടവരരുത്. പ്രത്യുത ഈ എഴുത്തുകൾ അനേകർക്ക് ശക്തി പകരുന്നതും, ആവേശം പകരുന്നതും, ഉത്സാഹം പകരുന്നതും, കണ്ണു തുറക്കുന്നതും, തെറ്റുകളെ ബോധ്യപ്പെടുത്തുന്നതും, നിത്യതയ്ക്കായി ഒരുക്കുന്നതുമായ എഴുത്തുകൾ ആയി തീരട്ടെ നമ്മുടെ എഴുത്തുകൾ. നല്ല എഴുത്തുകാരെ വളർത്തുവാനും നമുക്ക് കഴിയട്ടെ. കഴിഞ്ഞ ദിവസം ബീഹാർ കേന്ദ്രമാക്കി നടക്കുന്ന ഇന്ത്യ മിഷൻ മുൻകൈയെടുത്ത് 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സൂം പ്രയർ സംഘടിപ്പിച്ചു. അതിനകത്ത് ഞാനും പങ്കെടുത്തു. ബ്രദർ PG വർഗീസ്, പാസ്റ്റർ KC ജോൺ, ഡോക്ടർ വത്സൻ എബ്രഹാം, D മോഹൻ സാർ, ഇങ്ങനെ പ്രസിദ്ധരായ അഭിഷിക്തന്മാരുടെ കൂടെ എളിയവനായി ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഒരു മാധ്യമ പ്രവർത്തകനും അവസരം കൊടുത്തു. അദ്ദേഹം ശക്തിയോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പരസ്യമായി പറഞ്ഞതുകൊണ്ട് ഞാനും പരസ്യമായി പറയുന്നു. അർണബ് ഗോസ്വാമി എന്ന ഒരു ജേർണലിസ്റ്റ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ അസഹനീയമാണ്. ഒത്തിരി ആളുകളെ അത് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം അത് ചെയ്യട്ടെ. പക്ഷേ ഒരു യഥാർത്ഥ സത്യവിശ്വാസി ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വന്നില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ജേർണലിസം ഒരു നല്ല കോഴ്സല്ലേ, ഒരു ജോലിയല്ലേ? ഒരു യഥാർത്ഥ വിശ്വാസി ഏതെങ്കിലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ജേർണലിസ്റ്റ് ആയിട്ട് എന്താ വരാത്തത്? അപ്പം മാധ്യമങ്ങളാണ് ഇപ്പൊ ലോകത്തെ ഭരിക്കുന്നത്. അതും നെഗറ്റീവ് മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ശരിയാണെങ്കിലും പോലും ലോകത്തെ സ്വാധീനിക്കുന്ന ക്രിസ്തീയ എഴുത്തുകാർ നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? അവർ സത്യസന്ധരായും സ്വർഗത്തിൽ പോകും എന്ന ഉറപ്പുള്ളവരായും നിന്നുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ജേർണലിസത്തിന്റെ വേദികളിൽ വരേണ്ടതല്ലേ? പ്രധാനപ്പെട്ട മാധ്യമ ചർച്ചകളിൽ വരേണ്ടതല്ലേ? അതിലേക്ക് നല്ല എഴുത്തുകാരെ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയണം. ചെറുപ്പക്കാർ ആ നിലയിൽ വിദ്യാഭ്യാസം തിരിച്ചുവിടണം. കുട്ടികളെ ആ വഴിക്ക് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കണം.
അപ്പോൾ ഏതെങ്കിലും ഒരു വശം തന്നെ പറഞ്ഞ് അങ്ങ് ജയിക്കാതെ മറുവശം പറയാനും കൂടെ ലൈസൻസ് ഉള്ള ഒരു ജേർണലിസ്റ്റ് 1, 2, 10, 100 വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. IAS, IPS, IFS റാങ്കിലേക്ക് കുറച്ച് വിശ്വാസികൾ അടുത്ത നാളുകളിൽ വരട്ടെ. ആ നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ എഴുത്തുകാർ വിചാരിച്ചാൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുത്ത് ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് അങ്ങനെയുള്ള രംഗങ്ങളിൽ വലിയ പരിചയങ്ങളില്ല. പക്ഷെ ദൈവം തന്ന സന്ദേശങ്ങളും പാട്ടുകളും ഞാൻ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യാവുന്നത് പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 50 ബുക്ക് ഇറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ 15 എണ്ണമായി. എഴുത്തിനെ കഴിവതും പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല, പുസ്തകം വാങ്ങുമ്പോൾ വില കൊടുത്തു വാങ്ങണം. ഫ്രീ ആയിട്ട് വാങ്ങരുത്, ഫ്രീ ആയിട്ട് കൊടുക്കുകയും അരുത്. വാങ്ങുമ്പോൾ 2 എണ്ണം വാങ്ങണം. ഷർട്ട് മേടിക്കാൻ എത്ര രൂപയാണ് കൊടുക്കുന്നത്? മൊബൈൽ മേടിക്കാൻ എത്ര രൂപയാണ് കൊടുക്കുന്നത്? 30 ഇപ്പൊ ഇവിടെ ഒരു പയ്യൻ ഒരു മൊബൈൽ മേടിക്കണം. അവൻ ഇപ്പൊ 20,000 രൂപ കയ്യിലുണ്ട്. 10,000 കൂടെ കിട്ടിയിട്ടേ മേടിക്കുന്നുള്ളൂ. 30,000 കുറഞ്ഞ മൊബൈൽ കൊള്ളുകയെന്നാ പറഞ്ഞത്. അപ്പൊ എൻ്റെ ഇപ്പോഴും ഇരിക്കുന്നത് മാക്സിമം 30,000. അപ്പോ അത്രയും പൈസ ചെലവാക്കാനുണ്ടെങ്കിൽ നല്ല പുസ്തകങ്ങൾ വാങ്ങാനും കൂടെ പൈസ മുടക്കണ്ടേ? 2 ബുക്ക് വാങ്ങി 1 എണ്ണം ഒരാൾക്ക് കൊടുക്കണം. അങ്ങനെ വായനയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളെ വിനയത്തോടുകൂടെ ഓർപ്പിക്കുന്നു. ഇനി എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കാം. സുവിശേഷ പ്രസംഗം കൺവെൻഷൻ ആണല്ലോ. അതെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു സുവിശേഷകനാണ്. കഴിഞ്ഞ 40 കൊല്ലമായി സുവിശേഷകനായി ജീവിക്കുന്നു, പാസ്റ്ററായി ജീവിക്കുന്നു. എൻ്റെ മുഴുവൻ ആവശ്യങ്ങളും സ്വർഗത്തിലെ ദൈവം നടത്തി തരുന്നു. അതുകൊണ്ട് മറ്റെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അടി കിട്ടും. അതുകൊണ്ട് ഞാൻ സത്യസുവിശേഷത്തിലേക്ക് കയറട്ടെ. ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു സംരംഭം എന്ന നിലയിൽ ഞാൻ എഴുത്തിനെ കുറിച്ച് അല്പം ചില വാക്കുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ വിഷയം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ ഹൃദയത്തിലുള്ളത് രൂപാന്തരം എന്ന വാക്കാണ്. രൂപാന്തരം. മൂന്ന് രൂപാന്തരങ്ങളെ കുറിച്ച് പറയണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ രൂപാന്തരം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. ഒന്ന് വായിക്കാമോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ രൂപാന്തരം. ഒരു ചിത്രശലഭത്തെ പിടിച്ചിട്ട് അതിനോട് സാക്ഷ്യം പറയണം. എന്തോ ഒരു ഭംഗിയാണ് നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഈ നാട്ടിൽ അനേകം പറവകൾ, പക്ഷികൾ പറക്കുന്നുണ്ട്. കാക്കയുണ്ട്, പ്രാവുണ്ട്, കഴുകനുണ്ട്, കുയിലുണ്ട്, കാളിയുണ്ട്, കിളിയുണ്ട്. പക്ഷെ നിന്റെ സ്റ്റൈൽ ഒരു ഡിഫറെന്റ് വെറൈറ്റി ആണല്ലോ മോളെ എന്ന് ചോദിച്ചാൽ അവൾ ഒരു കഥ പറയും. നിങ്ങൾ എന്റെ പൂർവ്വ ചരിത്രം അറിഞ്ഞാൽ എന്നെ തൊടുകയില്ല, അറയ്ക്കും, വെറുക്കും, കൊല്ലും. ഇന്ന് നിങ്ങൾ എന്നെ ഓമനിക്കുന്നു. എന്റെ പൂർവ്വചരിത്രം വളരെ മോശമാണ്. അപ്പൊ നമുക്ക് കേൾക്കാൻ താല്പര്യമായി. നമ്മൾ ചോദിക്കുക, ഒന്ന് പറയാവോ? പറയാം. ഒരു പക്ഷേ ഭാവന കഥയാണ്. ഈ ചിത്രശലഭം കുറച്ച് ചെടികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കുട്ടികളെ വിളിച്ചുകൊണ്ടുപോയി. ആ ചെടിയുടെ ഇലയിൽ ഇരുന്ന് ഇല തിന്നുന്ന ഒരു പുഴുവിനെ കാണിച്ചു കൊടുത്തു. കണ്ടോ, ഈ പുഴുവിനെ നീ കണ്ടോ? കണ്ടു. അവൻ എന്താ ചെയ്യുന്നത്? ഇല മുഴുവൻ തിന്നുവാണ്. ഞാൻ ഇതുപോലെ ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം, കുട്ടികൾക്ക് വിശ്വസിക്കാൻ പ്രയാസം. അയ്യോ, എന്നാ നിന്റെ കഥ ഒന്നുകൂടെ പറഞ്ഞേ.
ഞാനിങ്ങനെ ഈ ചപ്പും ചവറും തിന്ന് 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 കാണാൻ ഒരു മെനയില്ലാതെ ഇഴഞ്ഞു നടന്നപ്പോൾ സൃഷ്ടാവ് എനിക്കൊരു കുറച്ചു നാള് അടങ്ങിയിരിക്കാൻ ഒരു പ്യൂപ്പ പീരീഡ് തന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ ഞാൻ പുഴുവല്ല, ഞാൻ ബട്ടർഫ്ലൈ ആണ്. എനിക്കിപ്പോ ഈ ചപ്പും ചവറും ഒന്നും തിന്നാൻ പറ്റൂല. എനിക്കത് തിന്നാനുള്ള ഇൻസ്ട്രുമെന്റ് പോലും ഇല്ല, പല്ലില്ല. ഇപ്പൊ എനിക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിറിഞ്ച് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് എങ്ങനെയാ ആളുകളെ കുത്തുന്നേ? ഇതുകൊണ്ട് എങ്ങനെയാ ഇല പറിച്ച് തിന്നുന്നേ? ഒന്നും പറ്റുകയില്ല. എനിക്കിപ്പോ ആകെ കൂടെ നല്ല പുഷ്പങ്ങൾക്കിടെ നടുക്ക് പോയിരുന്നിട്ട് പൂമ്പൊടി വലിച്ചെടുക്കും. എനിക്കത് മതി. തേൻ എന്ത് രസമാണെന്നറിയാവോ? ഇത്രയും നാളും പൂവൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, പൂവിന്റെ രുചിയൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അതിന് മുമ്പ് ഇല മുഴുവൻ തിന്ന് തീർത്ത് ആ ചെടി നശിപ്പിക്കുകയായിരുന്നു എന്റെ പണി. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒന്നും നശിപ്പിക്കാൻ പറ്റുന്നില്ല. പൂവാണെങ്കിലും ഞാൻ നശിപ്പിക്കുകയല്ല, അതേ പോയി സോഫ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് അതിന്റെ ആ മധുരം മാത്രം എടുത്തിട്ട് ഞാൻ എല്ലാവർക്കും ഭംഗി കൊടുത്ത്, എല്ലാവർക്കും ആശ്വാസം കൊടുത്ത്, സന്തോഷം മാത്രം കൊടുത്ത് ഇങ്ങനെ പറന്ന് നടക്കുക. ഇതൊരു ആത്മീയ സന്ദേശമാണ് തരുന്നത്. ഞാനും നിങ്ങളും ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് പ്രയോജനമില്ലാത്തവരായി, യൂസ്ലെസ് ആയിരുന്നു. എന്നാൽ നമുക്കും ഇതുപോലെ ഒരു രൂപാന്തരം സംഭവിച്ചു. അത് സുവിശേഷത്താലാണ്, യേശുക്രിസ്തുവിനാലാണ്, വചനത്താലാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു രൂപാന്തരം നടന്നതായിട്ട് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? അതോ 10-12 വയസ്സായപ്പോ 10-15 വയസ്സായപ്പോ അങ്ങ് സ്നാനപ്പെട്ടു? ഞാൻ സ്നാനപ്പെട്ട കാര്യമല്ല ചോദിക്കുന്നത്. ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റിയ ആ ഒരു കാലഘട്ടം ഓർമ്മയുണ്ടോ? കറക്റ്റ് ഡേറ്റ് വേണ്ട. മുമ്പ് ഇപ്പോൾ എന്ന് പറയാവുന്ന ഒരു കാലം, ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ചില വാക്യങ്ങൾ കാണിക്കാമേ. കൺവെൻഷൻ പോലെ എങ്ങനെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നല്ലൊരു അവസരമല്ലേ ഇത്. ഇത്രയും നന്നായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തല്ലോ. ഇന്റർനെറ്റും വലിയ കുഴപ്പമില്ലാതിരിക്കുക. ഒന്നെടുത്ത് എഫേസ്യ ലേഖനം 2:3, 2:13. മുമ്പേ ദൂരസ്ഥന്മാരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അപ്പോ മുമ്പേ ഇപ്പോൾ എന്ന് വന്നുണ്ടോ? ഓക്കെ. ഇനി 1 പത്രോസ് 1-ാം അധ്യായം 14-ാം വാക്യം വായിച്ച്. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. പണ്ട് ഇപ്പോൾ എന്നൊരു കാലം നമുക്കുണ്ടോ? ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോമിംഗ് ടൈം, ചേഞ്ചിങ് ടൈം. ഇനി അതേ പേജിൽ 1 പത്രോസ് 2:9 വായിച്ചേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പൊ നമ്പറിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ്.
ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ എന്നിപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ലോക ചരിത്രത്തെ രണ്ടായിട്ട് മുറിച്ചത് യേശുവാന്നാ പറയുന്നത്. എന്റെ ജീവിതത്തെ ഇങ്ങനെ സ്വാധീനിച്ചതായ ഒരു ഓർമ്മയുണ്ടോ? മുമ്പേ ഇപ്പോൾ, മുമ്പേ ഇപ്പോൾ. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് ഒന്നാമത്തെ രൂപാന്തരം. ഹല്ലേലൂയ. ആ ഒരു രൂപാന്തരം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപദേശത്തിന്റെ കുറവ് കൊണ്ടാണോ ആളുകൾ ചീത്തയാകുന്നത്? ഉപദേശം അനുസരിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. അപ്പൊ അതിന് ഇന്ന് ഞങ്ങള് കുറച്ച് സീനിയേഴ്സ്, ലോകത്തിന്റെ 4-5 രാജ്യങ്ങളിൽ നിന്നുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹീതരായിട്ടുള്ള അഭിഷിക്തന്മാർ ഒരുമിച്ച് ഞങ്ങൾ രാവിലെ സൂമിൽ ഒന്ന് കൂടി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൂടാൻ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. അതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് പേര് പറയുന്നില്ല. വളരെ സീനിയേഴ്സും പ്രസിദ്ധരുമായവരുമായിട്ടുള്ള ഒരു നല്ല മീറ്റിംഗ്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ രോഗി ആശുപത്രി വരുന്നത് സുഖമാകാനാ. സുഖമാകാത്തതിന് രോഗിയെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വളരെ സീനിയറായ ഒരു ദൈവദാസൻ ചോദിക്കുക. നിങ്ങൾ ആശുപത്രി നടത്തുന്നവരാണ് പാസ്റ്റർമാര്, സ്പിരിച്വൽ ഹോസ്പിറ്റൽ. അവിടെ രോഗികൾ വന്ന് അഡ്മിറ്റായി. നിങ്ങൾ എല്ലാ ദിവസവും രോഗിയെ കുറ്റം പറയുക. നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീ അങ്ങനെ പോയാൽ ശരിയാവില്ല. ചിലര് രോഗികളെ അടിക്കുകയാണ്, വചനം കൊണ്ട് വെട്ടി നുറുക്കുകയാണ്. വാസ്തവത്തിൽ അവൻ ഇവിടെ വന്നത് സുഖമാകാനല്ലേ? സഭ വന്ന ആളുകൾ എന്തിനാ വന്നേ? ഒരു 1% അല്ലേ ഉള്ളൂ കള്ളന്മാര്. ഈ പെന്തിക്കോസിനകത്ത് എന്നാ ഇതിന് മാത്രം സുഖമുള്ളേ? നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജില്ല. ഉണ്ടോ? ഒരെണ്ണം എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മെഡിക്കൽ കോളേജ് ഉണ്ടോ? നമുക്ക് സ്കൂളുണ്ടോ? നമുക്ക് പ്രൊഫഷണൽ കോളേജ് ഉണ്ടോ? ആർട്സ് കോളേജ് ഉണ്ടോ? എന്നാ പിന്നെ ഉള്ളേ? ഒരു നല്ല ഓഡിറ്റോറിയെങ്കിലും ഉണ്ടോ? കല്യാണം നടത്തണേ എല്ലാവരുടെയും ഓഡിറ്റോറിയം വേണ്ടേ? അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്ത് വന്നത് എന്തിനാ? ആത്മീയത്തിന് വേണ്ടിയാ, രാഷ്ട്രീയത്തിനല്ല. പക്ഷെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ആത്മീയം പോയി. ശരിയാണോ ഞാൻ പറയുന്നത്? ആത്മീയം പോയി, വേറെ പലതും ഉണ്ട്. അപ്പൊ ഈ ജനങ്ങളിൽ രൂപാന്തരം വരുത്തണം. രൂപാന്തരം വരണേ കർത്താവിന്റെ കൃപ വരാതെ പറ്റത്തില്ല. കർത്താവിന്റെ കൃപയാലേ ഈ രൂപാന്തരം നടക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ പുതിയ സൃഷ്ടിയുടെ ഭാഗമാകുന്നു. ഒന്നാമത്തെ ആദാം പാപമാണ്, പാപിയാണ്. അവനിൽ നിന്ന് ജനിക്കുന്നവർ മുഴുവൻ പാപികളാണ്. ഒടുക്കത്തെ ആദാം, അതാണ് പുതിയ സൃഷ്ടി. അപ്പോൾ ആ യേശുവിൽ കൂടെ വരുന്നവരെല്ലാം പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായവര്, അവർക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നു അവരുടെ ജീവിതത്തിൽ. നടക്കും സഹോദരന്മാരെ, നടക്കണം കുഞ്ഞുങ്ങളെ, അത് നടക്കണം. സ്നാനപ്പെട്ടു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ആ ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റങ്ങളെ എന്താ ചെയ്യണ്ടേ? എന്റെ മക്കളെ ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം. അതായത് മുടിയംപുത്രൻ തിരിച്ചു വരുമ്പോ പറയുന്നത് ആക്കി തീർക്കണേന്നാണ്.
എന്നാ പോയപ്പോ പ്രാർത്ഥിച്ചത് തരണേന്നാ. ഓർക്കുന്നുണ്ടോ? മുടിയപുത്രൻ വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് അപ്പനോട് പറയുന്ന തരണേ തരണേ തരണേ, എന്റെ വീതം തരണം, എന്റെ സ്വത്ത് തരണം. ഇന്ന് തിരിച്ചു വന്നപ്പോ പറയാ എന്നെ ആക്കി തീർക്കണമേ. ആ രൂപാന്തരമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും സ്നേഹിതര് കൂട്ടുകാരുടെ ക്ഷണപ്രകാരം ഈ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വീണ്ടും ജനിക്കാം ഇന്ന് രാത്രിയിൽ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. രൂപാന്തരം ഒരു ഭാഗവും കൂടെ കാണിച്ചിട്ട് അവിടുന്ന് നമുക്ക് പോകാൻ ശ്രമിക്കാം. ഫിലമോന്റെ ലേഖനം, എബ്രായ ലേഖനത്തിന്റെ തൊട്ടുപുറകിലുള്ള കൊച്ചി ലേഖനമാണ് ഫിലമോന്റെ ലേഖനം. ഫിലമോന്റെ ലേഖനം 8, 9, 10, 11 ഒന്ന് വായിച്ചേരെ പ്ലീസ്. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ആമേൻ. ഒരു മിനിറ്റ് ഒന്ന് നോക്കണേ സഹോദരങ്ങളെ, വെറുതെ ഒരു മീറ്റിംഗ് ആയിട്ട് നടത്തി അങ്ങ് പിരിഞ്ഞു പോകരുതേ പ്ലീസ്. നിങ്ങൾ ആ വാക്യത്തിലോടൊന്ന് ശ്രദ്ധിച്ചേ. Once he was unprofitable to you, but now he is indeed profitable to you as well as to me. Amplified version എന്നാണ് ഞാൻ വായിച്ചത്. Once he was unprofitable to you, but now he is profitable to you as well as to me. I appeal to you for my own spiritual child, Onesimus, meaning profitable, whom I have begotten while a captive in these chains. ഈ ഒനേസിമോസ് എന്ന ആ പേരിന്റെ അർത്ഥം തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റബിൾ എന്നാണ്. ഉപയോഗമുള്ളവൻ, ഉണ്ടാക്കുന്നവൻ, പ്രയോജനമുള്ളവൻ. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് പ്രോഫിറ്റബിൾ ആണോ? നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് പ്രോഫിറ്റബിൾ ആണോ? നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണോ? നിങ്ങൾ ദൈവത്തിന് പ്രോഫിറ്റബിൾ ആണോ? കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കേരളം മുഴുവൻ ചാനലും പത്രവും പിടിച്ചു നിർത്തിയിരിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ പേരിലാണ്, പിന്നെ ശിവശങ്കരൻ. അവർ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കിയവരാ. പക്ഷെ അവരുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും ഇനി ഒരു കുറെ കാലത്തേക്ക് സമൂഹത്തിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടല്ലേ? അത് പിന്നെ കോടതി തെളിയിക്കട്ടെ. എന്തിനാ ഈ ആർത്തി? എന്തിനാ ഈ പെട്ടെന്ന് പണക്കാരനാവുന്നേ? എനിക്ക് അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക. സഹോദരങ്ങളെ, സാമ്പത്തിക സൗകര്യമുള്ള ചെറുപ്പക്കാരെ, നിങ്ങൾ ഓവർ ഷൈൻ ചെയ്യരുത്. നിങ്ങൾ ഓവർ ഷൈൻ ചെയ്താൽ പൈസ ഇല്ലാത്തവര് കടം മേടിച്ച് അതേ വേഷം കിട്ടും. മിനിമത്തിലെ പ്രകടിപ്പിക്കാവുള്ളൂ, മിനിമം മതി. ഒരു ചർച്ചിൽ തന്നെ ഒരാള്
ഒരു ദിവസം ഓഡി കാറിലും പിറ്റേ ദിവസം BMW-യിലും അതിന്റെ പിറ്റേ ദിവസം 5 ലക്ഷം രൂപയുടെ മോട്ടോർ സൈക്കിളിലും വരികയാണെങ്കിൽ സഭയിലെ മറ്റു പിള്ളേർ കൊഴഞ്ഞു പോകും. എന്റെ മോന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഞായറാഴ്ച ഇവിടെ വീട്ടിൽ വഴക്കാം. ഞാൻ എന്തോടാ കഴിഞ്ഞ ആഴ്ച ഇട്ട് തന്നെയാണോ ഈ ആഴ്ചയിൽ ഇടുന്നെന്ന് ഒരു ചെറുക്കൻ ചോദിക്കുമെന്ന്. ചർച്ചിലെ ഒരു ചെറുക്കൻ. അവൻ ആള് കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാ, പക്ഷെ അവൻ സമ്പന്ന കുടുംബത്തിലെയാ. അവൻ ഒരാഴ്ച ഇട്ടത് പിന്നെ ഇടുകയില്ലെന്ന്. ചുമ്മാ നുണ പറയുന്നതായിരിക്കും. ഇതെന്താ ഈ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കര അപകടമാണ്. ഒനേസിമോസിനെ കുറിച്ച് പറയുകയാണ്, once he was unprofitable to you, but now he is profitable to you as well as to me. അവൻ ഒരു ഉപയോഗശൂന്യനായിരുന്നു, എന്നാൽ ഇപ്പോൾ നിനക്കും എനിക്കും എന്ന് പറഞ്ഞാൽ പാസ്റ്റർക്കും മുതലാളിക്കും ബോസിനും അവനിപ്പോ പ്രോഫിറ്റബിൾ ആണ്. ഈ ചേഞ്ച് എപ്പോ സംഭവിച്ചു? അതവിടെ എഴുതിയിട്ടുണ്ട്. I appeal to you for my own spiritual child, Onesimus, whom I have begotten in the faith while a captive in these chains. ഈ ചങ്ങലയിൽ ഇവിടെ വന്ന് കിടന്ന സമയത്ത് ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞ് അവനെ മാനസാന്തരപ്പെടുത്തി. അപ്പോൾ അവന്റെ ലൈഫ് ചേഞ്ചായി. ഇരുട്ടും വെളിച്ചവും പോലുള്ള മാറ്റം, കയ്പും മധുരവും പോലുള്ള മാറ്റം, ബന്ധനവും സ്വാതന്ത്ര്യവും പോലുള്ള മാറ്റം, അടിമത്വവും വെളിച്ചവും സ്വാതന്ത്ര്യവും പോലുള്ള അടിമയും ഉടമയും പോലുള്ള വ്യത്യാസം. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ അപ്പൻ വിശ്വാസിയായിരിക്കാം, അപ്പന്റെ അപ്പൻ പാസ്റ്ററായിരിക്കാം, അതെല്ലാം നല്ല പാരമ്പര്യമാണ്. പക്ഷെ നിങ്ങൾക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് ചേഞ്ച്? ചേഞ്ച് എന്ന് വാട്ട് യു മീൻ ബൈ ചേഞ്ച്? എന്താണ് ചേഞ്ച് എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ ഒരു രൂപാന്തരം പ്രസംഗിക്കുമ്പോഴത്തേന് സമയം തീരും. 3 എണ്ണം പറയാവുന്ന ഞാൻ പറഞ്ഞത്. പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല, കാരണം ഈ ഒരെണ്ണം ഒന്ന് ഗ്രഹിച്ചാൽ മതി. 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ഇതിനകത്ത് കാണുമല്ലോ. ചോദിച്ചു നോക്കിയേ, ഇത് തർജ്ജിമ പെശകാണോ? അപ്പം അധികം പേരും വ്യാഖ്യാനിച്ചു പറയുന്നത് അതങ്ങനെയല്ല. വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപത്തിൽ തുടരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല എന്ന് പറയാൻ പേടിയാ. ഓക്കെ, തുടരുന്നില്ലെന്ന് ആയിക്കോട്ടെ. നമുക്ക് അങ്ങോട്ട് ദഹിക്കാതെ വരുമ്പോൾ നമ്മൾ തർജ്ജിമ മാറ്റുക. ഇനി 5 എടുത്ത് അതേ പുസ്തകത്തിന്റെ 5-ാം അധ്യായം എടുത്ത് 5-ന്റെ 18 വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ ഈ വാക്യമോ? അവിടെ 3 കാര്യമാ പറയുന്നത്. 1, അവൻ പാപം ചെയ്യുന്നില്ല. 2, അവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. 3, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. അപ്പൊ ഇതിന് 2-3 കാര്യങ്ങളുള്ളതിൽ നടുക്കൊരു കാര്യമുണ്ട്. അതെന്തുവാ? തന്നെത്താൻ സൂക്ഷിക്കുക. അപ്പൊ തന്നെത്താൻ സൂക്ഷിക്കുമ്പം പാപം ചെയ്യാൻ ഒക്കത്തുമില്ല, ദുഷ്ടന് തൊടാൻ പറ്റത്തുമില്ല.
we know absolutely that anyone born of God does not practice committing sin, but the one who was begotten of God carefully watches over and protects him. Christ's divine presence within him preserves him against the evil, and the wicked one does not lay hold on him or touch. ഈ ആംപ്ലിഫൈഡ് വേർഷൻ ഇച്ചിരി വ്യാഖ്യാനിച്ചാ പറഞ്ഞിരിക്കും. ഇങ്ങനെ നമുക്ക് എടുക്കാം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആ ആനന്ദിക്കുന്നില്ല, പാപത്തിൽ അടിമപ്പെടുന്നില്ല, പാപത്തിൽ തുടരുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല. പ്രാക്ടീസ് കമ്മിറ്റിംഗ് സിൻ. എന്തുകൊണ്ട്? അവൻ അറിയാം അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. അതുകൊണ്ട് മാത്രമാണോ? അല്ല, അവന്റെ അകത്ത് വചനം ഉള്ളതുകൊണ്ട്. വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാ. അവന്റെ അകത്ത് ക്രിസ്തു ഉള്ളത് കൊണ്ട്, അവന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട്, അവന്റെ അകത്ത് ദൈവശക്തി ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി. അവന്റെ അകത്ത് ഒരു ഡിവൈൻ പവർ ഉണ്ടെങ്കിൽ മാത്രമേ അവന് പാപം ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. നോ ഡൗട്ട്, ഇറ്റ് ഈസ് ദ ഓൺലി ഫാക്ട്. ഒരു ഉപദേശി രാവിലെ തൊട്ട് വൈകുന്നവരെ ചൂരല് കയ്യിൽ പിടിച്ചോണ്ട് ചെറുപ്പക്കാരുടെ പുറകെ കോളേജിൽ കൂടെ നടന്നാലൊന്നും അവൻ പാപം ചെയ്യാതിരിക്കുകയില്ല. അവന്റെ അകത്ത് പവർ വേണം. ഉദാഹരണം, ജോസേപ്പിനോട് മിസസ് പൊത്തിപ്പേറ് പല പ്രാവശ്യം സൗമ്യമായി ഇടപെട്ടു. വളരെ എഫക്റ്റീവായിട്ട്, അട്രാക്റ്റീവായിട്ട് ഡ്രസ് ചെയ്ത് ആകർഷകമായ രീതിയിൽ വശീകരിച്ചു. അതിപ്പോ ഇത്ര വലിയൊരു തെറ്റൊന്നുമല്ല. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദാവീദിനോട് ക്ഷമിച്ച പോലെ ക്ഷമിക്കില്ലേ? പക്ഷെ ക്ഷമിച്ചെങ്കിലും ദാവീദിന്റെ ഫാമിലി ആകെ ബ്രോക്കൺ ആയി പോയില്ലേ? തലമുറ ഇതിനേക്കാൾ പിഴച്ചു പോയില്ലേ? എടാ, ഇതൊക്കെ നിലനിൽക്കുമെന്നേ. ഇതൊന്നും ഒരു കളിയൊന്നും അല്ല. കണ്ടവരോടല്ല ഐ ലവ് യു പറഞ്ഞ് നടന്നേച്ച് പിന്നെ വേറൊരിടത്തിനെ കെട്ടിയേച്ച് കുറച്ചു നാൾ കഴിഞ്ഞ് അതിനെ ഉപേക്ഷിച്ചേച്ച് കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണെന്നും പറഞ്ഞ് ഇറങ്ങിയ കാര്യമൊന്നും നടക്കുക. കപട നാടകങ്ങൾ ദൈവം അംഗീകരിക്കുക. തെറ്റുപറ്റിയോ? സാരമില്ല. തെറ്റുപറ്റിയവരെ മുഴുവനും കർത്താവ് സ്നേഹിക്കുന്നു. തെറ്റുപറ്റിയവരെ എല്ലാം കർത്താവ് സ്വീകരിക്കും. പക്ഷെ കപട നാടകം കളിച്ചാൽ രക്ഷപ്പെടുകയില്ല. പാപത്തോട് വെറുപ്പ് വരുന്ന ഒരു സ്പിരിച്വൽ സ്റ്റാൻഡേർഡിലേക്ക് നീ വന്നിട്ടുണ്ടോ? യോസേപ്പ് പറഞ്ഞു, ദൈവം എന്നെ കാണുന്നു. പൊത്തിപ്പേറിന്റെ ഭാര്യ പറയുന്നു, ആരും കാണത്തില്ല, ഒറ്റ മനുഷ്യൻ ഇവിടെ ഇല്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. യു ഡോണ്ട് വറി, വി ആർ സേഫ്, നോ എവിഡൻസ്. അങ്ങനെ ആയിരുന്നല്ലോ സ്വപ്നം കണ്ടതൊക്കെ. എവിഡൻസ് വരികയല്ലേ? ജോസഫ്, എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ് ഇന്ന് രാത്രി. ഇത് തീക്കളിയാണ്. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കാം, നിങ്ങൾ വലിയ പുള്ളിയായിരിക്കാം, കപടത്തരം അഭിനയമുണ്ടെങ്കിൽ ഒരു ദിവസം വെളി വരും. നിന്റെ പാപം നിനക്ക് മൂടി വെക്കാൻ പറ്റില്ല. അധികകാലം മൂടി വെക്കാൻ പറ്റില്ല. നിനക്ക് IAS ഉണ്ടെങ്കിലും IPS ഉണ്ടെങ്കിലും പറ്റില്ല. BTH ഉണ്ടെങ്കിലും BD ഉണ്ടെങ്കിലും MTH ഉണ്ടെങ്കിലും PhD ഉണ്ടെങ്കിലും പറ്റുകയില്ല. നിന്റെ പാപം ഒരു ദിവസം വെളി വരും. കുറ്റപ്പെടുത്തുകയല്ല, സ്നേഹത്തോടെ പറയുകയാണ്. നമുക്ക് കർത്താവിന്റെ അടുത്തോട്ട് വരാം. ഓടി അകലുണ്ട്. കർത്താവ് പാപികളെ സ്നേഹിക്കില്ലേ?
1000 പ്രാവശ്യം തെറ്റ് പറ്റിയാലും കർത്താവ് തള്ളിക്കളയുക. പക്ഷെ അഭിനയമാണോ രക്ഷപ്പെടുകയില്ല, അഭിനയമാണോ പോക്ക. അനുതാപത്തോടെ, കണ്ണുനീരോടെ, ആവശ്യഭാവത്തോടെ ദൈവസന്നിധിയിലോട്ട് അടുത്തു വന്നൊന്ന് പൊട്ടിക്കരഞ്ഞാവോ ഈ കൺവെൻഷന്റെ ലാസ്റ്റ് രാത്രി? ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൻ കുരുടേ സർവവും എനിക്കച്ചിൽ പൂർണ്ണാരെ ക്ഷാക്കാടും ഞാൻ ശാരേണാം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നേ രക്ഷിക്ക എന്നെ ഇപ്പോൾ. ഞാൻ വരുന്നു ക്രൂശിങ്കൽ ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. യെസ്, താങ്ക് യു. പഠിക്കോ. ജ്ഞാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ ആണോ? ഓക്കെ. നമുക്കൊന്ന് ക്രൂശിന്റെ അടുക്കിലേക്ക് വരാം. എങ്ങനെയാ പുതുസൃഷ്ടിയാകുന്നത്? നമ്മൾ ആദ്യം വായിച്ച വാക്യം വീണ്ടും എടുക്കാം. 2 കൊരിന്ത്യർ 5:14. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവർക്കും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പുതുസൃഷ്ടിയാകുന്നത്? സിമ്പിളായിട്ട് പറയാം, എഴുതി വെച്ച് പഠിക്കണം. എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു എന്നുള്ളൊരു കോമൺ ഫാക്റ്റ് ആണ്. അതുപോരാ, ആ മരണം എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിയുമ്പോൾ തീരുമാനം എടുക്കണം, ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും.
ഈ തീരുമാനം എടുക്കുമ്പോഴാണ് പുതു സൃഷ്ടിയാകുന്നത്. സിമ്പിളാണ്. ഈ തീരുമാനം എടുക്കുമ്പോൾ വീണ്ടും ജനനം സംഭവിക്കും. സ്നാനപ്പെട്ട് കഴിഞ്ഞും ഇത് ചെയ്യാം. ഞാനിതെല്ലാം അനുഭവത്തോടെയാ പറയും. വിവാഹത്തിന്റെ പ്രായമാവുമ്പോൾ സ്നാനം നമ്മളിപ്പോ ഒരു നിർബന്ധമാക്കിയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ചേഞ്ച് ജീവിതത്തിൽ വരിക, ഇവിടെയാണ് പെന്തക്കോസ്ത് ആരംഭിക്കുന്നത്, ക്രിസ്ത്യാനിറ്റി ആരംഭിക്കും, ഡിസൈപ്പിൾഷിപ്പ് ആരംഭിക്കും. അതിനുശേഷമേ ബൈബിളിന്റെ അർത്ഥം പോലും നിനക്ക് മനസ്സിലാവൂ. നീ പാടുന്ന പാട്ടുകളുടെ അർത്ഥം പോലും നിനക്ക് മനസ്സിലാവൂ. രൂപാന്തരം 1. അപ്പോൾ അതിന്റെ പെയിൻ എന്ന് പറയുന്നത് കാൽവറിയാണ്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കാൽവറിയാണ്. എനിക്ക് വേണ്ടി മരിച്ച കർത്താവ്. ഈ വർഷം ഒരു ഗാനം ദൈവം എനിക്ക് തന്നു. അത് നമ്മുടെ പ്രിയ യബിനൊക്കെ കൂടെ മുൻകൈ എടുത്ത് 50 പേര് ചേർന്നത് പാടിയിട്ടുണ്ട്. മനോഹരമായിട്ട് ഇതിനകത്ത് നെറ്റിലൊക്കെ കിടപ്പുണ്ട്. ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഇപ്പൊ സമയമില്ല, പിന്നീട് അത് പാടും. അപ്പോ ആ കാൽവറിയുമായിട്ടുള്ള നമ്മുടെ ഒരു അഭേദ്യമായ ബന്ധം, അഫെക്ഷൻ, അതാണ് ഒന്നാമത്തെ രൂപാന്തരത്തിന്റെ എനർജി. പാപം ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്, വചനത്തോടുള്ള ബഹുമാനമാണ്, നിത്യതയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഓക്കെ, ഒന്നാമത്തെ രൂപാന്തരം ഞാൻ അവിടെ വിടുന്നു. രണ്ടാമത്തേത് റോമർ 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അത് രണ്ടാമത്തെ രൂപാന്തരം. അത് മനസ്സിന്റെയാണ്. ആദ്യത്തേത് ആത്മാവിൻ്റെതാണ്. മനസ്സിന്റെ രൂപാന്തരം. പ്രാണൻ, ദേഹി, മനസ്സ്, ചിന്ത, ഓർമ്മ, സ്വപ്നങ്ങൾ, വികാരങ്ങൾ, ആലോചനകൾ, ഡിസിഷൻ മേക്കിംഗ്, ഈ ഒരു കേന്ദ്രമാണ് മനസ്സ്. അവിടെ രൂപാന്തരം നടക്കണം. അത് ഒരിക്കലല്ല. എന്നാൽ ആദ്യം പറഞ്ഞ രൂപാന്തരം ഒറ്റ സെക്കൻഡോട് നടക്കുന്നതാണ്. ഒനേസിമോസിന് സംഭവിച്ചതുപോലെ, സക്കായിക്ക് സംഭവിച്ചതുപോലെ, പൗലോസിന് സംഭവിച്ചതുപോലെ, കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവന്ന സ്ത്രീക്ക് സംഭവിച്ചതുപോലെ, മഗ്ദലക്കാരി മറിയയ്ക്ക് സംഭവിച്ചതുപോലെ. എന്നാൽ രണ്ടാമത്തേത് എല്ലാവർക്കും വേണം, എന്നും വേണം. അതിനുവേണ്ടിയാണ് വചനം കേൾക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് പാടുന്നത്, അതിനുവേണ്ടിയാണ് കൺവെൻഷൻ നടത്തുന്നത്, ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്. ഇന്ന് ഈ കൺവെൻഷൻ കൊണ്ട്, ഇന്നലത്തെ കൺവെൻഷൻ കൊണ്ട് ഒരു രൂപാന്തരം ഉണ്ടായോ? ഒരു മനസ്സ് പുതുക്കുന്ന അനുഭവം ഉണ്ടായോ? എന്തെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കുകയോ ചില തെറ്റുകൾ കണ്ടുണരുകയോ ഒരു അനുതാപം ഉണ്ടാവുകയോ ചെയ്തായിരുന്നു? അതിന് ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. മൂന്നാമത്തെ രൂപാന്തരം 1 കൊരിന്ത്യർ 15:52. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നൊടിയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. നിങ്ങൾക്കറിയാവല്ലോ, അതുകൊണ്ട് ഈ വായിപ്പിച്ച സമയം കളയുന്നില്ല. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല.
ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തു. അവൻ വരും, നിശ്ചയം അവൻ വരും. അന്ന് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അതിനെക്കുറിച്ച് ഒരുപാട് പറയേണ്ട കാര്യമില്ല, പറഞ്ഞ് പ്രത്യാശ ഉണ്ടാക്കാൻ വേണ്ടി പറയാം. പക്ഷേ മറ്റേത് നമ്മൾ ചെയ്യണം. ഒന്നും രണ്ടും നമ്മൾ ചെയ്യണം. ഒന്ന് നമ്മളല്ല കർത്താവ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അതിനൊന്ന് സമർപ്പിക്കണം, ആവശ്യബോധത്തോടുകൂടെ വരണം. അപ്പൊ അത് കംപ്ലീറ്റ് കർത്താവാ ചെയ്യുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും? പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളി മാറ്റാൻ പറ്റുകയല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നാം ദൈവത്തിൽ ആശ്രയിച്ചു വരുമ്പോൾ കർത്താവ് തന്നെ കൃപയാൽ നമുക്ക് ആ രൂപാന്തരം വരുത്തും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിരാശപ്പെടരുത്. ആശുപത്രി വന്ന് ഒറ്റ രോഗിയെയും സൗഖ്യമാക്കാതെ വിടുന്ന ആശുപത്രി അല്ലിത്. പക്ഷെ അഭിനയിച്ച രക്ഷയില്ല. സ്തോത്രം. ഒന്നാമത്തെ രൂപാന്തരം കാൽവറിയിൽ നിന്ന് ഏറ്റുവാങ്ങണം. രണ്ടാമത്തെ രൂപാന്തരം ഓരോ മീറ്റിംഗിൽ നിന്നും ഏറ്റുവാങ്ങണം. മൂന്നാമത്തെ രൂപാന്തരം നമ്മളൊന്നും ചെയ്യണ്ട, ഇത് രണ്ടും ഉണ്ട്, മറ്റേ നടന്നോളും. ചില പിള്ളേർ ഈ പരീക്ഷയുടെ തലേദിവസമാണ് പഠിക്കുന്നത്. അതുപോലെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് ആ സമയത്ത് കിടന്ന് ഒരുങ്ങലല്ല. കർത്താവ് വരുമ്പം പ്രത്യേകിച്ച് നമുക്ക് ഒരു പണിയില്ല കേട്ടോ. അത് സംബന്ധിച്ച് തെറ്റിദ്ധരിക്കരുത്. കർത്താവ് വരുമ്പോൾ നമുക്ക് ഒരു പണിയില്ല. നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ശരി, യാത്രയിലാണെങ്കിലും ശരി, പ്രസംഗിച്ചോണ്ടിരിക്കുകയാണെങ്കിലും ശരി, അത് തമ്പുരാനാ ചെയ്യുന്നത്. നമ്മുടെ ജോലി ഒന്നും രണ്ടുമാ. അതുകൊണ്ട് ഞാൻ മൂന്നാമത്തേന് അധികം സമയം കളയത്തില്ല. മൂന്നാമത്തേന്റെ ശാസ്ത്രീയ കാര്യങ്ങളെല്ലാം അതിന്റെ യുദ്ധവും 666 ഒക്കെ പറഞ്ഞാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ വരുമെന്നുള്ള കാര്യത്തിന് ഉറപ്പിന് വേണ്ടിയിട്ടാ. അതിനിപ്പോ ഉറപ്പ് വേണ്ടല്ലോ, വരുമല്ലോ. ഞാൻ അടുത്ത വർഷം കാനഡയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വരും. അതിനെ വരികയില്ലാത്ത ഞാൻ ഭൂമിയിലുണ്ടേ വരും. അവിടുത്തെ WPCയുടെ അടുത്ത കോൺഫറൻസിന്റെ നേരത്തെ എന്നെ കൊണ്ട് ഡേറ്റ് കുറിപ്പിച്ചിരിക്കുക. ഭൂമിയിലുണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ, കൊറോണ മാറിയെങ്കിൽ നമ്മൾ വരും. എടാ, മനുഷ്യനെ പറ്റി നമുക്ക് ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ. എന്നോട് ഇന്ന് 9 മണിക്ക് സൂമി കയറണമെന്ന് പറഞ്ഞു. എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് അതിവേഗം വിട്ട് മീറ്റിങ്ങിന് മെസ്സേജ്, പ്രാർത്ഥിച്ച് വചനമൊക്കെ നേരത്തെ ധ്യാനിച്ചു. പക്ഷെ ഒരു അത്യാവശ്യം വന്നു പോയി. ഞാൻ 8:45 ഇവിടെ എത്തി. ഞാൻ 9 വന്നിട്ട് റജി പാസ്റ്റർക്ക് മെസ്സേജ് ഇട്ടു ഞാൻ എപ്പ കയറണമെന്ന്. ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുക. മനുഷ്യന്റെ വാക്കിന് വിലയുണ്ടെങ്കിൽ കർത്താവിന്റെ വാക്കിനോ അതിന് വലിയ തെളിവൊന്നും വേണ്ട. കർത്താവ് വരും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഫണ്ടമെന്റലി നമുക്കുള്ള ഒറ്റ പോയിന്റ് കാൽവറിയാണ്. മടങ്ങി വരുമ്പോൾ കർത്താവിന്റെ ജോലി നമ്മുടെ ജോലിയല്ല. അതിന്റെ സമയത്ത് ചെയ്തോളും. വന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല. കൊറോണയൊക്കെ അങ്ങ് മാറുമെന്നേ, എല്ലാം മാറും. ദൈവസഭ ഇതിനെല്ലാം അതിജീവിക്കും. എന്റെ ആത്മാവിൽ എന്റെ ബോധ്യം, ഇത് കഴിയുമ്പോൾ വലിയ കൊയ്ത്തുണ്ടാവും. നമ്മുടെ ആലയങ്ങളെല്ലാം നിറയും. കാരണം ജനത്തിന് മനസ്സിലായി പണം കൊണ്ട് ഒരു പ്രയോജനമില്ല. ലോകത്തിൽ ആശ്രയിക്കാൻ ആരുമില്ലെന്ന് ഇപ്പം മനുഷ്യൻ മനസ്സിലായി. ഡെഡ് ബോഡി പോലും കാണിക്കത്തില്ല. അങ്ങനത്തെ അവസ്ഥ വന്നിരിക്കുക. അതുകൊണ്ട് കാൽവറിയുടെ ചുവട്ടിലേക്ക് നമുക്ക് വരാം. കണ്ണുകൾ അടയ്ക്കാം. ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. പ്രിയ എബിൻ ആ പാട്ട് പാടും. അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ടവർ പ്രാർത്ഥിക്കും. ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ
എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ചേർന്ന് എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഇന്ന് രാത്രികാലം വീണ്ടും ദൈവസന്നിധിയിലേക്ക് കേൾപ്പിച്ച വചനത്തിന് മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. വളരെ ശാന്തമായി കർത്താവിന്റെ ദാസനോട് കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുന്നിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഒന്ന് പൂർണ്ണമായി സമർപ്പിച്ചു ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ രൂപാന്തരം പ്രാപിച്ചു പുതിയ സൃഷ്ടിയായ നമ്മൾ ദിനംതോറും മാനസാന്തരപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടി നമ്മളെ ആഹ്വാനം ചെയ്യുവാൻ ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചതോർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി കർത്താവിന് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന പാത്രങ്ങളായി തീരുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്കൊന്ന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ കഴിയട്ടെ. കഴിഞ്ഞ 3 രാത്രിയിൽ നല്ല ദൈവ സന്ദേശങ്ങൾ കേൾക്കുവാൻ വേണ്ടി ക്രൈസ്തവ എഴുത്തുപുര ഖത്തർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കേഫ കൺവെൻഷനിൽ ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചതോർത്ത്, നല്ല ദൈവവചനങ്ങൾ തന്നെ നമ്മളെ പോഷിപ്പിച്ചതോർത്ത് നമ്മുടെ ഹൃദയം നന്ദിയുള്ള ഹൃദയത്തോടുകൂടി അല്പസമയം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യാശയോടുകൂടി കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരായി തീരുവാൻ, ദിനംതോറും മാനസാന്തരപ്പെടുന്നവരായി തീരുവാൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി തീരുവാൻ വേണ്ടി, ആ നിത്യതയിൽ പ്രത്യാശയുള്ള വ്യക്തി ജീവിതങ്ങളായി തീരുവാൻ വേണ്ടി, നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിന് ധന്യമായി തീരുവാൻ വേണ്ടി, കർത്താവ് പ്രസാദിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമായി തീരുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ദൈവവചനം സംസാരിച്ച ദൈവദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷനായിട്ട്
കർത്താവ് വീണ്ടും തന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി, അനേകർക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടി, അനേക സ്ഥലങ്ങളിൽ ദൈവവചനം സംസാരിക്കുവാൻ, ദാസനെ ശക്തീകരിക്കുവാൻ വേണ്ടി വീണ്ടും ദൈവസനിലേക്ക് സമർപ്പിക്കുവാൻ കഴിയട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തെ ദൈവസനിലേക്ക് പൂർണ്ണമായി നമ്മൾ സമർപ്പിച്ചു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ചർച്ച് ഓഫ് ലിവിംഗ് വാട്ടറിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോസ് ബേബി അവറുകൾ പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഷാരോൺ ഫെലോഷിപ്പ് ദോഹ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സാം തോമസ് അവറുകൾ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ കർത്താവെ, മൂന്നാമത്തെ രാത്രിയിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ദോഹ പട്ടണത്തിൽ കർത്താവെ സൂമിലൂടെ ക്രൈസ്തവ എഴുത്തുവരുടെ കർത്താവെ, ഹല്ലേലൂയ, തന്റെ മക്കൾക്ക് കൊടുത്ത നിയോഗത്താൽ ആമേൻ ഹല്ലേലൂയ ഈ കൺവെൻഷൻ ക്രമീകരിക്കുവാനും അതിലൂടെ കർത്താവെ ആത്മീയ സന്ദേശം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ മൂന്നാമത്തെ രാത്രിയിലും കർത്താവെ വചനം ഐശ്വര്യമായി ഞങ്ങളുടെ നടുവിൽ വിളങ്ങുവാന് അമ്മ സ്വർഗം ഇടയാക്കിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്ത ദാസിലൂടെ കർത്താവെ ഈ രാത്രി കേൾപ്പിച്ച വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഹൃദയത്തിന്റെ വാതിലുകളെ തുറന്നേറ്റെടുക്കുവാന്, ഞങ്ങളെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കുവാന് സ്വർഗം ഇടയാക്കിയതിനായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ എങ്ങനെയായിരിക്കണമെന്നും ആമേ രൂപാന്തരത്തെ കുറിച്ച് ആമേ പരിശുദ്ധാത്മാവ് വ്യക്തവും ചന്തമായി ഇടപെട്ടതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ഇന്ന് രാത്രി വചനം കർത്താവെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൂരസ്ഥരായിരുന്നു ഞങ്ങളെ സമീപസ്ഥരാക്കി തീർത്തുകൊണ്ട് ഹല്ലേലൂയ കർത്താവെ പുതിയ സൃഷ്ടിയായി ആമേൻ ഞങ്ങളെ മാറ്റിയെടുക്കുന്ന ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ മനസ്സിന് രൂപാന്തരപ്പെട്ടവരായി, ആമേൻ ദിനംപ്രതി ഹല്ലേലൂയ മാനസാന്തരപ്പെട്ടവരായി ഹല്ലേലൂയ കർത്താവേ പാപത്തോട് പോരാടിക്കൊണ്ട് പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുവാന് ഹല്ലേലൂയ ദൈവത്തിൽ ധരിച്ചവര് ആമേൻ പാപം ചെയ്യുന്നില്ലെന്ന് ഇന്ന് രാത്രിയിലും കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ കർത്താവേ ഒരു നല്ല ക്രിസ്ത്യ ജീവൻ നയിപ്പാന്, ഒരു വിശുദ്ധ ജീവൻ നയിപ്പാന് അടിയങ്ങളെയൊക്കെയും വേർതിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യ ജീവിതം ഒരു അഭിനയമായി മാറാതെ അനുഭവമായി മാറുവാൻ അവൻ കാൽവരിയിലൂടെ അവൻ ഞങ്ങൾക്ക് വേണ്ടി രക്ഷ തന്ന ഞങ്ങളുടെ കർത്താവിന് വേണ്ടി ജീവിപ്പാന് ഹല്ലേലൂയ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് വീണ്ടും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അതിനെ ഒരുക്കുകയും ചെയ്യുവാന് ഈ രാത്രി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ഒനേസിമിനെ പോലെ പറഞ്ഞതുപോലെ മുമ്പേ ഞങ്ങൾ പ്രയോജനമില്ലാത്തവർ ഇപ്പോൾ എനിക്ക് നിനക്കും വളരെ പ്രയോജനമുള്ളതെന്ന് കേട്ടതുപോലെ ഞങ്ങൾ അങ്ങേക്ക് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ആമേൻ മറ്റുള്ളവരുടെ നടുവില് ആമേൻ അങ്ങയെ ആമേൻ കാണിക്കുന്നവരായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വചനം സംസാരിച്ച ആമേൻ കർത്തൃത്വത്തിനെ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊടുത്ത ആമേൻ നല്ല നിയോഗത്തിനും ആമേൻ കൃപയ്ക്കും അഭിഷേകത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഈ കാലഘട്ടത്തിൽ അനേകരെ ആമേൻ തളർന്ന കൈകളെ ഒക്കെയും കർത്താവേ ഉറപ്പിച്ചെടുക്കുവാന് ആമേൻ ഹല്ലേലൂയ അവിടുന്ന് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ അഭിഷിക്തദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ കർത്താവേ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കവണ്ണം ആമേൻ കർത്താവിന്റെ ദാസന് പാസ്റ്റർ കർത്താവ് ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ. ആമേൻ ക്രൈസ്തവരുടെ എല്ലാ ആമേൻ ഹല്ലേലൂയ എല്ലാ ഭാരവാഹികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് കൊടുത്ത നല്ല നിയോഗത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ പാൻഡമിക്കിന്റെ നടുവിലും ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുവാന് ഹല്ലേലൂയ കർത്താവേ വചനത്താൽ ഉണർത്തുവാന് ആമേൻ ശുദ്ധികളൊക്കെ നയിക്കുവാന് ഹല്ലേലൂയ അവരെടുത്ത് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കർത്താവേ കടന്നു വന്ന ദൈവദാസന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ 3 രാത്രിയിലും വചനം സംസാരിച്ച ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. വിശേഷ കർത്താവേ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ആമേൻ പാടിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ ദൂരത്തും ചാരത്തുമായിരുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ വിശുദ്ധ ജീവിതം ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങെടുത്താട്ട്, പുകഴ്ചയും അങ്ങെടുത്താട്ട് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കഴിഞ്ഞ 3 രാത്രിയിലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ 3 ദൈവദാസന്മാരിൽ കൂടി കേട്ട നല്ല വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാനിൽ കൂടി കേൾപ്പിക്കപ്പെട്ട
ആ 3 രൂപാന്തരങ്ങളുടെ വചനങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് ഇവിടെ ക്രൈസ്തവ എഴുത്തുപുരയുടെ ചുമതല വഹിക്കുന്ന പ്രിയ ദൈവദാസന്മാരോടുകൂടെ ഇന്നും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഗോഡ് ബ്ലെസ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സൂം മീറ്റിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ബഹുമാന്യ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാനോട് ക്രൈസ്തവ എഴുത്തുപുര ഖത്തർ ചാപ്പലിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂം ആപ്ലിക്കേഷനിലൂടെ ഞങ്ങളെ ശ്രവിച്ച എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവജനത്തിനും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. മണ്ണീരുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണീരുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാ